നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. യാത്രക്കിടെ ഇനി ലഘുഭക്ഷണവും പുത്തൻ പദ്ധതിയുമായി KSRTC. ബസ്സുകളിൽ ലഘുഭക്ഷണ വിതരണം ആരംഭിക്കാനൊരുങ്ങി KSRTC. ബസ് യാത്രകളിൽ ലഘുഭക്ഷണം നൽകിക്കൊണ്ട് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കാനാണ് കോർപ്പറേഷൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി KSRTC ബസ്സുകളിൽ ലഘുഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഭക്ഷണം ഉൾപ്പെടെ ഷെൽഫുകൾ, വെൽഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ച് വിതരണം ചെയ്യുന്നതിനായി താല്പര്യമുള്ളവരിൽ നിന്നും പദ്ധതി വിവരണവും നിർദ്ദേശങ്ങളും ക്ഷണിച്ചു. ലഘുഭക്ഷണം പാക്ക് ചെയ്തതും യാത്രക്കിടയിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമാണ്. ഗുണനിലവാരവും ശുചിത്വവും പാലിക്കണം. ബസ്സിനുള്ളിൽ ഷെൽഫ് വെൽഡിംഗ് മെഷീൻ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം നൽകും. പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് അന്തിമ തീരുമാനം KSRTC ചെയർമാൻ എടുക്കും. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ പുറത്തുനിന്ന് പിന്തുണ നൽകും മമതാ ബാനർജി. കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ തങ്ങളുടെ പാർട്ടി സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുമെന്നും പുറത്തുനിന്ന് എല്ലാവിധത്തിലും സഹായം ചെയ്യുമെന്നും മമത പറഞ്ഞു. അതേസമയം സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസുമായുള്ള തർക്കത്തെ തുടർന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്നും വിട്ടുനിന്ന മമത ഇന്ത്യ മുന്നണിക്ക് പരോക്ഷ പിന്തുണ നൽകുമ്പോഴും ബംഗാളിലെ കോൺഗ്രസിനോടും CPM-നോടുമുള്ള എതിർപ്പിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. കാറിലേക്ക് ഭക്ഷണം എത്തിച്ചില്ല. പാലക്കാട് ഹോട്ടൽ ഉടമയെ മർദ്ദിച്ച് കട തകർത്തു. കാറിലേക്ക് ഭക്ഷണം എത്തിക്കാത്തതിന് പാലക്കാട് ഹോട്ടൽ ഉടമയെ യുവാക്കൾ മർദ്ദിച്ചു, കടയും തകർത്തു. പാലക്കാട് നാട്ടുകല്ലിൽ കാറിലേക്ക് ഭക്ഷണം കൊടുത്തയക്കാത്തതിന് ഹോട്ടൽ ഉടമയെ യുവാക്കൾ മർദ്ദിച്ചു. പുറത്തു നിർത്തിയ കാറിലേക്ക് ഭക്ഷണം എത്തിച്ച് നൽകാനാകില്ലെന്ന് പറഞ്ഞതാണ് പ്രകോപിപ്പിച്ചത്. കടയിലെ ഫർണിച്ചറുകളും ഗ്ലാസുകളും സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. യാസ് കഫേ ഉടമ സർജിലിനാണ് മർദ്ദനമേറ്റത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. 6 പേർക്കെതിരെ നാട്ടുകൽ പോലീസ് കേസെടുത്തു. 50,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കടയുടമ പറയുന്നു. സംഭവത്തിൽ 6 പേർക്കെതിരെ നാട്ടുകൽ പോലീസ് കേസെടുത്തു. ടിക്കറ്റ് ചോദിച്ചപ്പോൾ തള്ളിയിട്ടു, കൈവശം കഞ്ചാവ്. TTR-ന് നേരെ വീണ്ടും ആക്രമണം. TTR-ന് നേരെ വീണ്ടും ആക്രമണം. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിലാണ് ആക്രമണം ഉണ്ടായത്. 2 പേരെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റില്ലാത്ത യാത്ര ചോദ്യം ചെയ്തതാണ് TT-മാർക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ കാരണം. സംഭവത്തിൽ കൊല്ലം സ്വദേശി അശ്വിൻ, പൊന്നാനി സ്വദേശി ആഷിഖ് എന്നിവരെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ പിടിയിലായ 2 യുവാക്കളിൽ നിന്നും RPF കഞ്ചാവും പിടിച്ചെടുത്തു. ടിക്കറ്റ് ചോദിച്ചപ്പോൾ TTയെ തള്ളിയിട്ട ശേഷം മറ്റൊരു കോച്ചിന്റെ ടോയ്ലറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രതികളിൽ ഒരാളായ അശ്വിൻ. പിന്നീട് TT-മാരെ ആക്രമിച്ച ശേഷം തർക്കത്തിന് ശേഷം പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. TT-മാരായ UP സ്വദേശി മനോജ് വർമ്മ, തിരുവനന്തപുരം സ്വദേശി ഷമ്മിരാജ് എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും കാറിനുള്ളിൽ മരിച്ച നിലയിൽ. വാഹനം കോട്ടയം രജിസ്ട്രേഷനിലേത്. തമിഴ്നാട്ടിലെ കമ്പത്ത് കാറിനുള്ളിൽ മൃതദേഹങ്ങൾ. 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. 2 പുരുഷന്മാരുടെയും ഒരു സ്ത്രീയുടെയുമാണ് മൃതദേഹം. കോട്ടയം രജിസ്ട്രേഷനിൽ ഉള്ളതാണ് വാഹനം. പുതുപ്പള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് വാഹനം. തമിഴ്നാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെയാണ് വാഹനം നാട്ടുകാർ കണ്ടെത്തിയത്. കമ്പത്തിന് സമീപം ഒരു തോട്ടത്തിലാണ് വാഹനം കണ്ടെത്തിയത്. നാട്ടുകാർ പരിശോധിച്ചപ്പോൾ വാഹനം ലോക്ക് ചെയ്ത രീതിയിലായിരുന്നു. വാഹനം കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു.
തിരുവനന്തപുരം പുല്ലുവിളയിൽ കാണാതായ 10 വയസ്സുകാരൻ മരിച്ച നിലയിൽ. കാഞ്ഞിരംകുളം പുല്ലുവിളയിൽ നിന്നും കാണാതായ 10 വയസ്സുകാരൻ മരിച്ച നിലയിൽ. വീടിന് സമീപത്തെ കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരംകുളം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കരക്കെത്തിച്ചു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. പുല്ലുവിള സ്വദേശി രഞ്ജിത്ത് ഷിജി ദമ്പതികളുടെ മകൻ രജനിയാണ് കാണാതെയായത്. രജിൻ ഭിന്നശേഷിക്കാരനാണ്. ഇന്നലെ വൈകിട്ട് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയ രജിൻ തിരിച്ചു വന്നില്ലെന്നാണ് പരാതി. അമ്മൂമ്മയോടൊപ്പമാണ് കുട്ടി കഴിഞ്ഞിരുന്നത്. മാതാവ് കഴിഞ്ഞ ആഴ്ചയാണ് ജോലിക്കായി വിദേശത്തേക്ക് പോയത്. വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നു. കുവൈറ്റിനെതിരെ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കളിച്ച് കരിയർ അവസാനിപ്പിക്കാനാണ് താരത്തിന്റെ തീരുമാനം. ജൂൺ 6-ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. 39 വയസ്സുകാരനായ ഛേത്രി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബാംഗ്ലൂരു FC-യുടെ താരമാണ്. ഇന്ത്യക്കായി 145 മത്സരങ്ങൾ കളിച്ച ഛേത്രി 20 വർഷത്തെ കരിയറിൽ 93 ഗോളുകൾ നേടിയിട്ടുണ്ട്. രണ്ട് ദിവസം കൊണ്ട് 880 രൂപ കൂടി 54,000 കടന്ന് പൊന്നുവില. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. തുടർച്ചയായി 2 ദിവസത്തെ വർധനയിൽ ഇന്ന് സ്വർണത്തിന് പവന് 54,000 രൂപ കടന്നാണ് വിപണി വിലയിലെത്തിയത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 70 രൂപ കൂടി 6,785 രൂപയിലും പവന് 560 രൂപ കൂടി 54,280 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.